പാലക്കാട് പത്തനാപുരംകാർക്ക് ഒരു നല്ല പാലം വേണം. പഴയ പാലം പൊളിച്ചിട്ട് മാസങ്ങളായി. നാട്ടുകാർക്ക് ഭാരതപ്പുഴ കടക്കാൻ വാഹനം പോകാത്ത ഒരു താൽക്കാലിക പാലം മാത്രം. ആലത്തൂർ ടൗണിലെത്തണമെങ്കിൽ 10 കിലോമീറ്റർ ചുറ്റിപ്പോകണം. ആ റോഡിന്റെ അവസ്ഥയാണെങ്കിൽ പറയുകയും വേണ്ട. നടുവൊടിയുന്ന യാത്ര തന്നെ ശരണം. 1500-ലധികം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ആലത്തൂർ പത്തനാപുരത്ത്. ഏതൊരു അത്യാവശ്യത്തിനും പത്തനാപുരത്തുകാർക്ക് ആലത്തൂർ ടൗണിലേക്ക് തന്നെ എത്തണം. അതിനുണ്ടായിരുന്നത് ഭാരതപ്പുഴയ്ക്ക് കുറുകെ പത്തനാപുരം വടക്കേനട പാലമായിരുന്നു. പുതിയ പാലം നിർമ്മിക്കാൻ പഴയ പാലം പൊളിച്ചിട്ട് മാസങ്ങളേറെയായി. നിർമ്മാണം പൂർത്തിയാവും വരെ നാട്ടുകാർക്ക് പുഴ കടക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ് ഈ താൽക്കാലിക പാലം. പക്ഷേ ഇതിലൂടെ നടക്കാൻ മാത്രമേ കഴിയൂ. ആശുപത്രിയിലേക്കോ മറ്റത്യാവശ്യ ഘട്ടത്തിലേക്കോ ആലത്തൂരിലേക്ക് പോകണമെങ്കിൽ വാഹനം കയറാത്ത ഈ പാലം ഉപേക്ഷിച്ച് ചേരങ്കോട് ആറാപ്പുഴ വെങ്ങന്നൂർ റോഡിലൂടെ സഞ്ചരിക്കണം. 10 കിലോമീറ്റർ അധികം സഞ്ചരിക്കുന്നതിൽ ജനങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷേ ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ പത്തനാപുരത്തുകാരുടെ നടുവൊടിയും. 2 വീലർ പോലും ഞങ്ങൾക്ക് ഇത് പോകാൻ കഴിയുന്നില്ല. പിന്നെ ചുറ്റി വരണമെന്നുണ്ടെങ്കിൽ 14 കിലോമീറ്ററോളം ഞങ്ങൾ ചുറ്റി പോകണം ആലത്തൂർ എത്തണമെങ്കിൽ. ഇവിടെ 1000-ഓളം കുട്ടികൾ മറ്റുള്ള കുടുംബങ്ങളുണ്ട്. 1000-ഓളം സ്റ്റുഡൻസ് സ്കൂള് പോകുന്ന വഴിയാണ് ഇത്. പിന്നെ 2 സ്കൂളോളം ഈ വഴിക്കുമുണ്ട്. മൊത്തം ഒറ്റപ്പെട്ട് കിടക്കുന്ന അവസ്ഥയാണ് ഞങ്ങളിപ്പോൾ. ദ്വീപ് പോലെ ആക്കിയിരിക്കുക. മഴക്കാലമായതോടെ പത്തനാപുരത്തുകാരുടെ യാത്രാ ദുരിതത്തിന്റെ വ്യാപ്തിയും വർദ്ധിച്ചു. ഒന്നെങ്കിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള താൽക്കാലിക പാലത്തിലൂടെ ഇരുചക്ര വാഹനം സഞ്ചരിക്കാനുള്ള വഴിയെങ്കിലും ഒരുക്കണം. അല്ലെങ്കിൽ ബദൽ മാർഗമായ ചേറുങ്കോട് ആറാപ്പുഴ വെങ്ങന്നൂർ റോഡ് നവീകരിച്ച് ഗതാഗത യോഗ്യമാക്കണം. യാത്രാ ദുരിതത്തിന് ഇടപെടൽ തേടി വകുപ്പ് മന്ത്രിക്കും കളക്ടർക്കും നാട്ടുകാർ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇനി വേണ്ടത് നടപടിയാണ്. അതിനുള്ള കാത്തിരിപ്പിലാണ് പത്തനാപുരത്തുകാർ. റിപ്പോർട്ടർ, പാലക്കാട്.